ചിറ്റിലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. പാലക്കാട് ചിന്മയ മിഷനിലെ സംപൂജ്യസ്വാമി ആശേഷാനന്ദജിയാണ് യജ്ഞാചാര്യൻ. തിങ്കളാഴ്ച വൈകുന്നേരം ആചാര്യന് യജ്ഞവേദിയിൽ സ്വീകരണം നൽകി. തുടർന്ന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പാരായണവും പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 24 വരെ രാവിലെ 6 മണിക്ക് ആരംഭിച്ച വൈകുന്നേരം 6 മണിക്ക് സമാപിക്കുന്നതാണ് സപ്താഹയജ്ഞക്രമം. ഈ ഭഗവാനെ കഥകൾ കേട്ട് നാം ജീവിച്ചും സത്യസംസർഗത്തിലൂടെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഭഗവാനെ ആരാണോ സമ്പൂർണമായി ശരണാഗതി ചെയ്യുന്നത്, ആ ശരണാഗതനായ ഭക്തൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മായയിൽ നിന്ന് പുറത്തു കിടക്കുന്നത് സംസാര ദുഃഖത്തിൽ അത്യന്തികമായി മുക്തനായിത്തീരുന്നതും കാണാൻ സാധിച്ചു. ഇതിനാണ് തന്നോട് ഭഗവാന്റെ മഹിമ എഴുതാൻ പറഞ്ഞത് എന്നാണെന്ന് മനസ്സിലായി. അതിനുശേഷം ആ ധ്യാനത്തിൽ കണന്ന് ലോകത്തെ ഇതൊന്നും അറിയാതെ ലോകത്തെ അധികം ആൾക്കാർ കഴിയുന്നത് നമ്മളൊക്കെ ദുഃഖം ഇല്ലാണ്ടാക്കാനുള്ള വഴിയെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഓടി നടക്കണം. പക്ഷെ വേണ്ടത് എന്താണ്? ഭഗവാൻ മഹിമകളെ കേൾക്കൂ, ഭഗവത് തിരുനാമത്തെ ജപിക്കൂ, ഭഗവാൻ പാരായണങ്ങളെ ആശ്രയിക്കൂ, ഭഗവാൻ ശരണാഗതി ചെയ്യൂ, സർവവും ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കൂ. ഇതൊന്നും അറിയാത്ത ആ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചക്രേ സാംഹിത ആ ഈശ്വരന്റെ മഹിമയെ വിസ്തരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം ഞാൻ വേദവ്യാസം എഴുതുന്നത്. UTV ന്യൂസ് പാലക്കാട്.